ഒന്നാമത് കിച്ചു എന്ന് പറയുന്നത് ചേച്ചി സ്വന്തം മോനല്ല. ഓക്കെ, എന്റെ ദൈവമേ, ഇവരെ പറഞ്ഞിവിടെ എന്താണ് വഴി? ഓക്കെ, രേണു സുധിയുടെ സ്വന്തം മോനല്ല ആ കിച്ചു എന്നാണ് നമ്മുടെ കുയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരയുടെ കുളമ്പടി കേട്ടു എന്ന് പറയുന്ന നമ്മുടെ ജാസി പറയുന്നത്. ഓക്കെ, അങ്ങനെ പറയാം. ഓക്കെ, രേണുവിന്റെ സ്വന്തം മകനല്ല കിച്ചു. അതുകൊണ്ട് നിനക്കെന്താ അത് പറയാം. അതാ നിന്റെ വിഷമം അല്ല. മൂന്നാമത്തെ കല്യാണത്തിനുണ്ടായ കല്യാണമാണ് രേണു ചേച്ചിനെ. സുധിയുടെ മൂന്നാമത്തെ കല്യാണത്തിൽ ഉണ്ടായ കല്യാണമാണ് രേണു ചേച്ചിയുടെ. അത് മനസ്സിലായില്ല, അതെന്താ? കിച്ചു അതിന് രണ്ടാമത്തെ കല്യാണം, പിന്നെ മൂന്നാമത്തെ കല്യാണത്തിലാണ്. അതെ, ആദ്യത്തെ കല്യാണത്തിൽ ഉണ്ടായതാണ് കിച്ചു, രണ്ടാമത്തെ കല്യാണത്തിൽ മൂന്നാമത്തെ കല്യാണത്തിലാണ് പിന്നെ രേണു ഉണ്ടായത്. ഇവൻ പൊട്ടനാണോ? അതെ, വയറ്റിപ്പഴപ്പല്ലേ. ആ ഒരു കേട്ടോ ഒന്നുകൂടി കേൾക്കുന്നു. കല്യാണമാണ് രേണു ചേച്ചിനെ. ഫസ്റ്റ് കല്യാണം ആദ്യത്തെ മോനാണ് കിച്ചു. അതിന് രണ്ടാമത്തെ കല്യാണം, പിന്നെ മൂന്നാമത്തെ കല്യാണത്തിലാണ് രേണു ഉണ്ടാവുന്നത്. അപ്പൊ മൂന്നാമത്തെ രേണു ഒരു മൂന്നാനമ്മ ഒരു മോനെ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്, സ്നേഹിക്കുന്നത്, ആ രീതിയിൽ രേണു ചേച്ചി നന്നായിട്ട് ആ കുട്ടിയെ നോക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. മൂന്നാനന്മ എങ്ങനെയാണ് കുട്ടികളെ സ്നേഹിക്കുന്നത്? 3 വർഷത്തോളം അടച്ചിട്ടിട്ട് തിന്നാൻ പോലും കൊടുക്കൂല. സ്വന്തം അപ്പം വീട്ടിൽ വന്നാൽ മാത്രം തിന്നാൻ കിട്ടുന്നു. ഇതിലോട്ട് കോഴിക്കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് കിച്ചുവിനെ രേണു നോക്കിയെന്നാണ് നമ്മുടെ മണിനാഥൻ പറയുന്നത്. ഈ 300 രൂപ 200 രൂപ ഒന്നല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ണോട് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ജാസിക്കുട്ടൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു 300 200 അല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് 250 രൂപ 350 രൂപയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എടാ, പൈസയാണോ അവിടെ സ്നേഹം? ഒരമ്മ മക്കൾക്ക് പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം തീർന്ന എന്തോന്നേ? ചുമ്മാ അല്ല നിന്നെ വീട്ടിൽ പോലും കയറ്റാത്തത്. എന്തിന് നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്? നീ ഒരു കല്യാണം കഴിച്ചു, ആ പെണ്ണിനെ അടക്കം തേച്ചൊട്ടിച്ചിട്ട് വീട്ടുകാരെ നാട്ടിച്ചും കൊണ്ട് ഇറങ്ങിപ്പോയ നിനക്കൊക്കെ വീട്ടുകാരുടെ ആ ഒരു സ്നേഹത്തിനെയും സ്നേഹബന്ധങ്ങളെ പറ്റിയിട്ട് പറയാനുള്ള വോയിസ് ഉണ്ടാടാ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. എനിക്ക് പൊലകുളിയും തമാശയില്ല കണ്ട വ്യക്തി. അപ്പൊ എനിക്കത് പറയാം, കാരണം എനിക്ക് അതിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അതെ, നിനക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നീ ആരും പേടിക്കേണ്ട. ദയവ് ചെയ്തിട്ട് ഇമാതിരി ബ്ലണ്ടറും വിട്ടുതനങ്ങളും വന്നിട്ട് തുറന്ന് പറയല്ലേ, കേട്ടാ? അതല്ല ഉദ്ദേശം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.